ഹായ്. ഇന്ന് കേരളത്തിന് വെളിയിൽ നിന്ന് മലയാളികൾ ഏറ്റവും കൂടുതൽ ബി.എഡ് ചെയ്യുന്നത് തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിൽ ബി.എഡ് ചെയ്തതിന് ശേഷം കേരളത്തിലെ ഏതെങ്കിലും സ്കൂളിലോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്രീയ വിദ്യാലയത്തിലോ നവോദയ വിദ്യാലയത്തിലോ എബ്രോഡുള്ള ഏതെങ്കിലും ഇന്ത്യൻ സ്കൂളുകളിലേക്കോ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിലുള്ള ഈ കൺട്രിയിലുള്ള ഏതെങ്കിലും സ്കൂളുകളിലേക്കോ അപേക്ഷ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ് ജെനുവിനസ് സർട്ടിഫിക്കറ്റ്. എല്ലാവർക്കും പലപ്പോഴും സംശയം ഉണ്ടാവും, അതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല, എന്താണ് ഈ ജെനുവിനസ് സർട്ടിഫിക്കറ്റ്, എങ്ങനെ ജെനുവിനസ് സർട്ടിഫിക്കറ്റ് കിട്ടാം, എന്താണ് ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ, യാതൊരു ഐഡിയാസും ഉണ്ടാവാറില്ല. ആദ്യം അറിയേണ്ടത് എന്താണ് ജെനുവിനസ് സർട്ടിഫിക്കറ്റ്. ഏതൊരു കോഴ്സിന്റെയും ജെനുവിനസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒപ്റ്റെയിൻ ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ജെനുവിൻ ആണ്, ആ യൂണിവേഴ്സിറ്റിയിലെ നോംസ് അനുസരിച്ച് പരീക്ഷകളൊക്കെ കൃത്യമായി എഴുതി പ്രാക്ടിക്കൽസ് ഒക്കെ കൃത്യമായിട്ട് ചെയ്ത് പ്രൊസീജിയറുകളെല്ലാം കറക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ആവശ്യമുള്ള മിനിമം റിക്വയർമെന്റ് മാർക്ക് സ്കോർ ചെയ്ത് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, പ്രിസ്ക്രൈബ്ഡ് ടൈം ഷെഡ്യൂളിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു കോളേജിൽ നിന്നോ അല്ലെ യൂണിവേഴ്സിറ്റിയുടെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ ആണ് നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ഡാറ്റകൾ കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് ജെനുവിനസ് സർട്ടിഫിക്കറ്റ്. നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ ഒപ്റ്റെയിൻ ചെയ്തിരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ജെനുവിൻ ആണ് അല്ലെ വാലിഡ് ആണ്. ഇതാണ് ജെനുവിനസ് സർട്ടിഫിക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജെനുവിനസ് സർട്ടിഫിക്കറ്റിന്റെ എവിടെയാണ് ആവശ്യം? ജെനുവിനസ് സർട്ടിഫിക്കറ്റ് പല ആവശ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കേറ്റഡ് എക്സാം, കേറ്റഡ് കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, കാറ്റഗറി 4 ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറി നമ്മൾ പാസ് ആയതിനു ശേഷം നമ്മൾ കേറ്റഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷ കൊടുക്കുമ്പോൾ അവിടെ ഒരു ക്ലോസ് ഉണ്ട്. ഇഫ് യു ഒപ്റ്റെയിൻ യുവർ ബി.എഡ് ഫ്രം അതർ ദാൻ ഒപ്റ്റെയിൻ ഫ്രം എനി യൂണിവേഴ്സിറ്റി ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ് ഓഫ് കേരള, കേരളത്തിന് വെളിയിലുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നിങ്ങൾ ബി.എഡ് നേടിയിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ജെനുവിനസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്നൊരു ക്ലോസ് ഉണ്ട്. ജെനുവിനസ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? കേറ്റഡിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നെ ഒരു ആവശ്യം എന്ന് പറയുന്നത്, നമുക്ക് ഏതെങ്കിലും ഒരു സ്കൂളിൽ അപ്പോയിന്റ്മെന്റ് കിട്ടിയതിനു ശേഷം നമ്മുടെ അപ്പോയിന്റ്മെന്റ് പാസ് ആവണമെങ്കിൽ നമ്മൾ നേടിയിരിക്കുന്ന കേരളത്തിന് വെളിയിൽ നിന്ന് നേടിയിരിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും ജെനുവിൻ ആണെന്നുള്ള ജെനുവിനസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഒരു അധ്യാപകരെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് സർട്ടിഫിക്കറ്റ് ആണ് ബി.എഡ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ ബി.എഡ് സർട്ടിഫിക്കറ്റ് ജെനുവിൻ ആണെന്ന് നമ്മൾ കാണിക്കേണ്ടത്. എന്താണ് ഇതിന്റെ പ്രൊസീജിയർ? തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിൽ ബി.എഡ് ചെയ്തവരെ സംബന്ധിച്ച് എന്താണ് ഇതിന്റെ പ്രൊസീജിയർ? പ്രൊസീജിയർ വളരെ സിമ്പിൾ ആണ്. തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോവുക, /ജെനുവിനസ് സർട്ടിഫിക്കറ്റ് എന്ന് കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഫോം കിട്ടും. ഫോം ഓഫ് ആപ്ലിക്കേഷൻ ഫോർ ജെനുവിനസ് സർട്ടിഫിക്കറ്റ്. ഈ ജെനുവിനസ് സർട്ടിഫിക്കറ്റ് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് 1500 രൂപയാണ്. ഈ 1500 രൂപ നമ്മൾ ഏതെങ്കിലും ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് DD എടുക്കാം. DD എടുക്കേണ്ടത് ദ രജിസ്ട്രാർ, തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി, ചെന്നൈ 600097 ഈ ഒരു അഡ്രസ്സിലേക്ക് അല്ലെങ്കിൽ ഇയാളുടെ ഫേവർ ആയിട്ടാണ് നമ്മൾ എന്തെടുക്കേണ്ടത്? ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കേണ്ടത്. DD എടുത്തതിന് ശേഷം DDയും ഈ ആപ്ലിക്കേഷൻ ഫോമിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുക്കാം. ആപ്ലിക്കേഷൻ ഫോമിന്റെ പ്രിന്റ് ഔട്ട് എടുത്തതിന് ശേഷം ഇതിൽ നമ്മൾ ഒന്നും ഫില്ല് ചെയ്യേണ്ടതില്ല, പ്രിന്റ് ഔട്ട് മാത്രം നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മതി. അതിന്റെ കൂട്ടത്തിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് മാർക്സ്, ബി.എഡിന്റെ മാർക്ക് ഷീറ്റ്, പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, നമ്മുടെ കോൺവെക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഇൻ കേസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എം.എഡിന്റെ ജനറൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്, എം.ഫിൽ ആണ് അതിന്റെ, PhDക്കാണ് ഡിപ്പെൻഡിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു സബ്മിറ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം, അറ്റസ്റ്റഡ് കോപ്പി, അറ്റസ്റ്റഡ് ജെറോക്സ് കോപ്പി ഓഫ് സ്റ്റേറ്റ്മെന്റ് ഓഫ് മാർക്സ്, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അറ്റസ്റ്റഡ് കോപ്പി, പിന്നെ DD 1500 രൂപയുടെ DD. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോയി നമ്മൾ ഏത് കോളേജിലാണോ ബി.എഡ് ചെയ്തത് ആ കോളേജിലെ പ്രിൻസിപ്പൽ, ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ സബ്മിറ്റ് ചെയ്യാം. ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ തന്നിരിക്കുന്ന ഡേറ്റാസ്, അതായത് നെയിം ഓഫ് ദി കാൻഡിഡേറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത്, പഠിച്ച കോളേജിന്റെ പേര്, നമ്മുടെ രജിസ്റ്റർ നമ്പർ ഏത് കോഴ്സാണ് നമ്മൾ ചെയ്തത്, ഇത്രയും ഡേറ്റ ഫില്ല് ചെയ്ത് അതിന്റെ കൂടെ അഡ്രസ് ടു വിച്ച് ജെനുവിനസ് സർട്ടിഫിക്കറ്റ് ഷുഡ് ബി സെറ്റ്. വാട്ട് ഈസ് ദാറ്റ്? നമ്മളൊരു ജെനുവിനസ് സർട്ടിഫിക്കറ്റ് അപേക്ഷ കൊടുത്തു കഴിയുമ്പോൾ ജെനുവിനസ് സർട്ടിഫിക്കറ്റ് ഒരിക്കലും ഇഷ്യൂ ചെയ്യുന്നത് നമുക്കല്ല. ബാക്കിയെല്ലാ സർട്ടിഫിക്കറ്റ് നമ്മൾ അപേക്ഷ കൊടുത്താൽ നമുക്ക് കിട്ടും. പക്ഷെ ജെനുവിനസ് സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത് കേട്ടിട്ട് നടത്തുന്ന ഒരു ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ ആണ് എങ്കിൽ ഇവിടെ വരുന്ന ഡേറ്റ എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ, മലപ്പുറം എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്ട്, മലപ്പുറം ഡിസ്ട്രിക്ട് സംതിങ്. അപ്പോൾ എന്താണ്, നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിയുമ്പോൾ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഡേറ്റ എല്ലാം വെരിഫൈ ചെയ്തതിനു ശേഷം ഇത് യൂണിവേഴ്സിറ്റിയിലേക്ക് ഫോർവേഡ് ചെയ്യും. യൂണിവേഴ്സിറ്റി റെക്കോർഡുകളെല്ലാം പരിശോധിച്ചതിന് ശേഷം നമുക്ക് ജെനുവിനസ് സർട്ടിഫിക്കറ്റ് തരാനായിട്ട് നമുക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ, നമുക്കുള്ള ജെനുവിനസ് സർട്ടിഫിക്കറ്റ് ഡയറക്റ്റ് ആയി ഈ പർട്ടിക്കുലർ ഓർഗനൈസേഷനിലേക്ക്, ഈ പർട്ടിക്കുലർ ഓഫീസിലേക്ക് സെൻഡ് ചെയ്യും.
നമ്മുടെ കയ്യിലേക്ക് ഓഫീസ് സർട്ടിഫിക്കറ്റ് വരത്തില്ല, അവർക്ക് ഡയറക്റ്റ് ആയിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടും. അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം നമ്മൾ കൊടുത്തത് കേഡറിന് വേണ്ടിയാണെങ്കിൽ നമ്മുടെ ജെന്യൂൻ സർട്ടിഫിക്കറ്റോടെ നമ്മൾ അവർ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കേഡർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. അതല്ല നമ്മൾ നമ്മുടെ ഒരു പോസ്റ്റിന്റെ അപ്രൂവലിന് വേണ്ടിയാണ് കൊടുത്തതെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് ജെന്യൂൻ ആണെന്ന് വാലിഡ് ആണെന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് നമ്മുടെ അപ്പോയിന്റ്മെന്റ് പാസ്സായി കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ജെന്യൂൻ സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇത്രത്തോളം വലിയ സിമ്പിൾ പ്രൊസീജിയറാണ് ജെന്യൂൻ സർട്ടിഫിക്കറ്റിനുള്ളത്. ജെന്യൂൻ സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് ഇത്രയും സിമ്പിൾ പ്രൊസീജിയർ ഉണ്ട്. ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് എന്താണ് ജെന്യൂൻ സർട്ടിഫിക്കറ്റ് എന്നും എങ്ങനെയാണ് ജെന്യൂൻ സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്യേണ്ടതെന്നും ഇതിന്റെ പ്രൊസീജിയർ എന്താണെന്നും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന വിശ്വാസം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് നൽകുക, അതിൽ ഞാൻ ഇതിന് കൃത്യമായ മറുപടി തരുന്നതായിരിക്കും. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. താങ്ക് യു സോ മച്ച്.